മുസ്ലിം എംഎൽഎമാരെ നിയമസഭയിൽ നിന്നും പുറത്താക്കുമെന്ന് വീമ്പിളക്കിയ BJP നേതാവ്, ബംഗാൾ പ്രതിപക്ഷ നേതാവ് കൂടിയായ സുവേന്ദു അധികാരിയെ തൂക്കിയെടുത്ത് മറുപടി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. അതായത് ബഹുസ്വര രാഷ്ട്രത്തിന് അന്യമായ ഹിന്ദുമതത്തിന്റെ ഒരു വ്യാജ വകഭേദം ബംഗാളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതായി മനസ്സിലായിട്ടുണ്ട് എന്നും അത് മനസ്സിൽ വെച്ചാൽ മതിയെന്നും മമത BJPക്ക് താക്കീത് നൽകി. വ്യാജ ഹൈന്ദവ നേതാക്കന്മാരെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് മമതാ ബാനർജി ബംഗാളിൽ ആരംഭിച്ചിരിക്കുന്നത്. അധികാരിയുടെ പുതിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെയായിരുന്നു മമതയുടെ ഈ പ്രതികരണം വന്നത്. മന്ത്രിസഭയിലെ സഹപ്രവർത്തകൻ അവതരിപ്പിച്ച ഒരു അപലപന പ്രമേയത്തിൽ പങ്കെടുക്കവേ നിയമസഭയിൽ വെച്ച് തന്നെയായിരുന്നു മമത ഇത് തുറന്നടിച്ചത്. നിങ്ങളുടെ ഇറക്കുമതി ചെയ്ത ഹിന്ദുമത പതിപ്പ് വേദങ്ങളോ നമ്മുടെ ഋഷിമാരോ സന്യാസിമാരോ അംഗീകരിച്ചിട്ടില്ല എന്നും മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം പൗരന്മാരെന്ന നിലയിൽ അവരുടെ മൗലികാവകാശങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമെന്നും അലറി വിളിച്ചുകൊണ്ട് മമത സഭയിൽ തകർത്താടി. ഇത് വഞ്ചനയാണെന്നും നിങ്ങൾ ഒരു വ്യാജ ഹിന്ദുമതം ഇറക്കുമതി ചെയ്യുകയാണെന്നും BJP നിയമസഭാ അംഗങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിനിടയിലും മമത സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പൊട്ടിത്തെറിച്ചു. പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി സസ്പെൻഷൻ നേരിടുന്നതിനാൽ ആ സഭയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോധ്യമായി കഴിഞ്ഞു. നല്ല രീതിയിൽ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ മമതാ ബാനർജി BJP MLA-മാർക്ക് നന്നായി ക്ലാസ് എടുത്തു കൊടുത്തു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര ബഹുസ്വര രാഷ്ട്രമാണ് ഇന്ത്യ. എല്ലാവർക്കും ഇഷ്ടമുള്ള മതം ആചരിക്കാൻ ഈ രാജ്യത്ത് അവകാശമുണ്ട്. മതേതര ജനാധിപത്യത്തിൽ ഓരോ ഭൂരിപക്ഷത്തിന്റെയും കടമ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ പിടിച്ചു തള്ളലല്ല. ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെയും സംരക്ഷിക്കാനുള്ള കടമയും അവകാശവും എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ നിങ്ങളുടെ പതിപ്പ് സംരക്ഷിക്കാനില്ല. ദയവായി ഹിന്ദു കാർഡ് കളിക്കാൻ വരരുത്, അത് മനസ്സിൽ വെച്ചാ മതി എന്നാണ് മമത താക്കീത് നൽകിയത്. താൻ എത്രത്തോളം ഹിന്ദുവാണെന്ന് നിങ്ങളിൽ നിന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ലെന്നും മമതാ ബാനർജി BJPയെ ഓർമ്മിപ്പിച്ചു. മുസ്ലിം സഭാംഗങ്ങളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് നിങ്ങളുടെ നേതാവായ അധികാരിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് മമത സഭയിൽ അലറി വിളിച്ചപ്പോൾ ഒരൊറ്റ BJP MLA-യുടെയും അനക്കമുണ്ടായിരുന്നില്ല. ജനസംഖ്യയുടെ 33% പേരാണ് മുസ്ലിങ്ങൾ ബംഗാളിൽ ഉള്ളത്. ആ ബംഗാളിൽ അങ്ങനെയുള്ള 33% പേരെയും എങ്ങനെ പിരിച്ചുവിടാൻ കഴിയുമെന്ന മമതയുടെ ചോദ്യത്തിനും BJP MLA-മാർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. വിജയിച്ചിവിടെ വരുന്ന അവരുടെ മുസ്ലിം MLA-മാരെ ഞങ്ങൾ കൈകളിലും കാലുകളിലും പിടിച്ച് റോഡിലേക്ക് എറിയും, 10 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവരെ ഈ റോഡിലേക്ക് എറിയുമെന്നായിരുന്നു BJPയുടെ നന്ദിഗ്രാം MLA-യും മമതയുടെ മുൻ അനുയായിയും BJPയുടെ പ്രതിപക്ഷ നേതാവും ഒക്കെയായ സുവേന്ദു അധികാരി വിവാദ പരാമർശം നടത്തിയത്. ഭരണഘടനയെയും അതിന്റെ തത്വങ്ങളെയും അവഗണിച്ചതിന് മമത അധികാരിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് ശകാരിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും ഭരണഘടന ആവർത്തിച്ച് ലംഘിക്കുകയാണ് അധികാരി. ഇത്തരം കാര്യങ്ങൾ പറയുന്ന വ്യക്തി ഭാവിയിൽ ഖേദിക്കേണ്ടി വരും. അദ്ദേഹം പാർട്ടികൾ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് ആയി, പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നു, ഇപ്പോൾ BJP ആയിട്ടുണ്ട്. ഭാവിയിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറാൻ സുവേന്ദു അധികാരിയിൽ നിന്നൊരു അഭ്യർത്ഥന ഇനിയും ഉണ്ടാകുമെന്നും മമതാ ബാനർജി പരിഹസിച്ചു. മമത സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ BJP നിയമസഭാ അംഗങ്ങൾ വാക്കൗട്ട് നടത്തുകയും കറുത്ത വസ്ത്രം ധരിച്ച് നിയമസഭാ കവാടത്തിന് പുറത്ത് പ്രതിഷേധിക്കുകയും പേപ്പർ കീറിയെറിയുകയും ഒക്കെ ചെയ്തുവെങ്കിലും മമതയുടെ മുന്നിൽ പൂച്ച കുട്ടികളെ പോലെയാണ് ഈ MLA-മാർ ഇരുന്നത്. അധികാരിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലി ഇമ്രാൻ റാംസ് വടക്കൻ ദിനാജ്പൂരിലെ ചക്കുലിയ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യേക മതത്തിലെ ഒരു വിഭാഗം MLA-മാരെ ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ അപകീർത്തികരമായ പരാമർശം സംസ്ഥാനത്തിന്റെ പൊതു സന്തുലിതാവസ്ഥയെ അസ്വസ്ഥമാക്കുകയും ഒരു പ്രത്യേക മതത്തിലെ ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും ഇത് ചെയ്തുവെന്നാണ് അദ്ദേഹം പരാതിയിൽ എഴുതിയിരിക്കുന്നത്. അധികാരിയെ അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന്റെ ഒരു പകർപ്പ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും അദ്ദേഹം കൊടുത്തു. ഏതായാലും മതഭ്രാന്ത് മൂത്ത പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് മമത വേണ്ട പോലെ കൊടുത്തിട്ടുണ്ട്. ഇനിയും കേൾക്കുന്നില്ല എങ്കിൽ പിടിച്ച് അകത്തിടാനാണ് തീരുമാനം.